ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും പഠിച്ചു. ഇനി ലോജിക് സർക്യൂട്ട് ഡിസൈനാണ്. ലോജിക് മൈക്രോ ഓപ്പറേഷനിൽ ഓരോ ഓപ്പറാൻറ്റിൽ ഓരോ ബിറ്റിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ബിറ്റിനെയും ഓരോ ബൈനറി വേരിയബിളും ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ലോജിക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ പോസിബിളായിട്ടുള്ള 4 ലോജിക് ഓപ്പറേഷൻസ് ഗേറ്റ് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഇൻപുട്ടാണുള്ളത്, എയും ബി ഐയും. ഈ ഐ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഓരോ ബിറ്റിനെയാണ്. അപ്പോൾ അറ്റ് എ ടൈം 2 ബിറ്റിനെ എടുക്കും, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇപ്പം എൻ ബിറ്റുള്ള ഒരു ഓപ്പറാൻറ്റ് ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ എൻ ബിറ്റായി ഉള്ളൊരു സർക്യൂട്ടാണെങ്കിൽ ഇത് എൻ ടൈംസ് ഈ ഒരു സർക്യൂട്ടിനെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇൻപുട്ട് 2 എണ്ണം ഉണ്ട്, എയും ബി ഐയും ഉണ്ട്. ദെൻ 4 ഗേറ്റ്സ് ഉണ്ട്. ഈ ഗേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇതിൽ ഫസ്റ്റ് ഗേറ്റ് ഓർ ഗേറ്റ് ആണ്, പിന്നെ ഒരു എക്സോർ ആണ്, ദെൻ ആൻഡ് വരുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റ് നോട്ട് ഗേറ്റും വരുന്നുണ്ട്. ഈ ഗേറ്റ്സ് എല്ലാം കൂടെ ഒരു മക്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മക്സിൽ പിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെലക്ഷൻ ലൈൻ ഉണ്ട്, S0 ആൻഡ് S1. അപ്പോൾ 2 സെലക്ഷൻ ലൈൻ ഉള്ളപ്പോൾ അതിന് 4 ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്പുട്ട് ഒരെണ്ണം FI. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫങ്ഷൻ ടേബിൾ. അതായത് S1ൻ്റെയും S0ൻ്റെയും വാല്യൂസ് ഓരോരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 ആണെങ്കിൽ അവിടെയുള്ള ഓപ്പറേഷൻ ഓർ ഓപ്പറേഷനാണ്. അതായത് എയും ബി ഐയും കൂടെ ഓർ ചെയ്യും. 0 ആണെങ്കിൽ എക്സോർ ആണ്, AI എക്സോർ ബി ഐ. 10 ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ, AI ബി ഐ. 11 ആണെങ്കിൽ നോട്ട് ഓപ്പറേഷൻ, അതായത് AIൻ്റെ കോംപ്ലിമെൻറ്റ്. ഇതാണ് അതിൻ്റെ ഫങ്ഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അരിത്തമെറ്റിക് സർക്യൂട്ടും ഇപ്പോൾ പഠിച്ച ഈ ലോജിക് സർക്യൂട്ടുകളെ കമ്പൈൻ ചെയ്തിട്ട് ALU ഫോം ചെയ്യാൻ പറ്റും, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം, ഫസ്റ്റ് ബ്ലോക്ക് 1 സ്റ്റേജ് ഓഫ് അരിത്തമെറ്റിക് സർക്യൂട്ട്, സെക്കൻഡ് ബ്ലോക്ക് 1 സ്റ്റേജ് ഓഫ് ലോജിക് സർക്യൂട്ട്. അതായത് ഒരു അരിത്തമെറ്റിക് സർക്യൂട്ടും ഉണ്ട്, ലോജിക് സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സർക്യൂട്ടാക്കി മാറ്റുവാണ്. ഇവിടെ ഇൻപുട്ട് 2 എണ്ണം ഉണ്ട്, എ ഉണ്ട്, ബി ഐ ഉണ്ട്. ദെൻ 3 സെലക്ഷൻ ലൈൻ ഉണ്ട്, S0, S1 ആൻഡ് S2. ഇനി സെലക്ഷൻ ലൈനായിട്ടുള്ള S0യും S1ഉം 2 സെക്ഷനും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുവാണ്. അതുപോലെ തന്നെ S2 എന്ന് പറയുന്ന തേർഡ് സെലക്ഷൻ ലൈൻ യൂസ് ചെയ്ത് ഇതിലേത് സർക്യൂട്ടാണ്, അരിത്തമെറ്റിക് സർക്യൂട്ടാണോ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണോ ഇപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത്, അതോ ലോജിക്കൽ ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത് S2 എന്ന് പറയുന്ന സെലക്ഷൻ വേരിയബിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. S1ഉം S0യും രണ്ടിനും കോമൺ ആണ്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, S1ഉം S0യും AIയും BIയും 2 ബ്ലോക്കിലേക്കും പോയിട്ടുണ്ട്. ദെൻ S2 നോക്കിയേ, ആ മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ ലൈനാണ് S2 ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ 2 യൂണിറ്റും ഒരു മൾട്ടിപ്ലക്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ മൾട്ടിപ്ലക്സറിൽ സെലക്ഷൻ ലൈനായിട്ട് S2നെ വെച്ചിട്ടുണ്ട്. അപ്പം S2ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് ഔട്ട്പുട്ടിനെ ആയിരിക്കും. S2 1 ആണെങ്കിൽ ലോജിക് ഔട്ട്പുട്ടിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് ഇവിടെ ലോജിക് യൂണിറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു.
4 ഓപ്പറേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓർ, എക്സോർ ആൻഡ് നോട്ട്. അതെങ്ങനെയാണ് സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഓരോന്നും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അരിത്തമെറ്റിക് സർക്യൂട്ടും ലോജിക് സർക്യൂട്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന കാര്യം. രണ്ടിനും ഒരേ ഇൻപുട്ട്സ് തന്നെയാണ്, എയും ബി എയും ആണ്. ദെൻ 3 സെലക്ഷൻ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ S0യും S1ഉം രണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ S2 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ ലൈനായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ മൾട്ടിപ്ലക്സറിലേക്ക് അരിത്തമെറ്റിക് സർക്യൂട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, ലോജിക് സർക്യൂട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. S2ൻ്റെ വാല്യൂ 0 ആകുമ്പം അരിത്തമെറ്റിക് സർക്യൂട്ടിനെ സെലക്ട് ചെയ്യും, S2 1 ആകുമ്പോൾ ലോജിക് സർക്യൂട്ടിനെ സെലക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ ഇതൊരു ALU ഡിസൈൻ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് വേ അല്ല. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ALU ഡിസൈൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരു അരിത്തമെറ്റിക് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ലോജിക് ഓപ്പറേഷൻസും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ടിൽ തന്നെ, അതേ സർക്യൂട്ടിൽ തന്നെ ലോജിക് ഓപ്പറേഷൻസും കൂടെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് അരിത്തമെറ്റിക് സർക്യൂട്ട് ആകുമ്പോൾ 2 ഇൻപുട്ട് ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു എക്സാമ്പിൾ 2 ഇൻപുട്ട് ഉണ്ടായിരുന്നു. ദെൻ ഒരു ക്യാരി ഇന്നും ഉണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ഫുൾ ആഡർ സർക്യൂട്ടിൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻപുട്ടിൻ്റെയും എക്സോർ, അതിൻ്റെ കൂടെ തന്നെ ഇൻപുട്ട് ക്യാരിയും കൂടെ എക്സോർ ചെയ്യുന്നതാണ് അവിടുത്തെ സമ്മ്. അതായത് എക്സും വൈയും ആണ് അവിടുത്തെ ഇൻപുട്ട്. ദെൻ ക്യാരി സി ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സം എന്ന് പറഞ്ഞാൽ F = X XOR Y XOR C ആണ്. ഇതാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന സം. അപ്പോൾ അതേ സർക്യൂട്ടിൽ തന്നെ നമ്മളൊരു ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്, ഇതിനകത്തേക്കുള്ള ഇൻപുട്ട് ക്യാരീസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അതായത് ഇൻപുട്ട് ക്യാരി 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഡയഗ്രത്തിൽ, അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ഡയഗ്രത്തിൽ 4 ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടല്ലേ അത് കൺസ്ട്രക്റ്റ് ചെയ്തത്. എല്ലാ ഫുൾ ആഡേഴ്സിലേക്കും ക്യാരി ഇൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫുൾ ആഡറിലേക്ക് ക്യാരി ഇൻ കൊടുക്കുന്നുണ്ട് എക്സ്റ്റേണലി. ബാക്കി എല്ലാ ആഡേഴ്സിലേക്കും ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ക്യാരിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതേ സർക്യൂട്ടിനെ തന്നെ ഒരു ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, അതിൻ്റെ ഇൻപുട്ട് ക്യാരീസ് എല്ലാം ഇൻഹിബിറ്റ് ചെയ്യണം. അതായത് ഇൻപുട്ട് ക്യാരി എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നോർമൽ കേസിൽ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ കേസിൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ FI = XI XOR YI XOR CI ആണ്. അപ്പോൾ നമ്മളതിനെ ഒരു ലോജിക്കൽ സർക്യൂട്ടാക്കി മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ CIനെ 0 ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായി മാറും, FI എന്ന് പറയുന്നത് XI XOR YI, അവിടെ CI 0 ആണ്. നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കുന്നതിന് കാരണം XI XOR YI XOR 0 അങ്ങനെയല്ലേ വരേണ്ടത്. CIന് പകരം 0 കൊടുത്താൽ അതെന്ന് പറഞ്ഞാൽ XI XOR YIന് ഈക്വലാണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. X XOR 0 എന്ന് പറഞ്ഞാൽ X തന്നെയാണ്. അതായത് 0ൻ്റെ കൂടെ എന്തോ XOR ചെയ്താലും അതേ വാല്യൂ തന്നെ വരും. അതുകൊണ്ട് XI XOR YI XOR CI എന്ന് പറഞ്ഞാൽ XI XOR YIന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസൈൻ ചെയ്ത അതേ അരിത്തമെറ്റിക് സർക്യൂട്ടിൽ തന്നെ ലോജിക്കൽ സർക്യൂട്ടും കൂടെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ സ്റ്റേജിലേക്കുള്ള ഇൻപുട്ട് ക്യാരീനെ 0 ആക്കി കൊടുക്കണം. അപ്പോൾ ശരിക്കും അവിടുത്തെ ഫങ്ഷൻ XI XOR YI എന്ന് ആയി മാറും. അപ്പോൾ അതെന്താവും, എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന, XOR എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിരിക്കില്ലേ, ജസ്റ്റ് XOR മാത്രമായിരിക്കുമല്ലോ കിട്ടുന്നത് അല്ലേ. കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ XOR ആയിരിക്കും അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, AI എന്ന് പറയുന്നത് നേരിട്ട് XIയിലേക്ക് കണക്ട് ചെയ്യുവാണ്.
അതായത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന അതേ ഇൻപുട്ട് തന്നെയാണ്, എയിലുള്ള വാല്യൂ തന്നെയാണ് ഓരോ ആഡറിലും എത്തുന്ന എക്സ് വാല്യൂസ്. അതായത് A1 ആണ് x1, A2 ആണ് x2, A3 ആണ് x3, A4 ആണ് x4. എന്നാൽ ബീൻ്റെ കേസിൽ അല്ലെങ്കിൽ വൈൻ്റെ കേസിൽ അതല്ല. കൊടുക്കുന്ന ബി വാല്യൂ അല്ല അവിടെ വൈയിലേക്ക് ചെല്ലുന്നത്. അതിന് 4 പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ്. 4 പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0 ചെല്ലാം, അല്ലെങ്കിൽ 1 ചെല്ലാം, അല്ലെങ്കിൽ കൊടുക്കുന്ന ബി അങ്ങനെ തന്നെ പോവാം, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ്. അപ്പം 0, ബി, ബി ഡാഷ് അല്ലെങ്കിൽ 1. ഇത്രയും പോസിബിലിറ്റീസാണ് വൈന് ഉള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ആ കൊടുക്കുന്ന എ തന്നെയാണ് അതിലേക്ക് ചെല്ലുന്നത്. എന്നാൽ വൈ എന്ന് പറഞ്ഞാൽ 0, ബി, ബി ഡാഷ് 1 ഈ 4-ൽ ഏതെങ്കിലും ആയിരിക്കും ചെല്ലുന്നത്. അപ്പം ഇതിങ്ങനെ വൈൻ്റെ വാല്യൂ ഈ 4 എണ്ണത്തിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത് ഏതാണ്? 2 സെലക്ഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. S0യും S1ഉം S1ഉം യൂസ് ചെയ്തിട്ടാണ് ഈ 4 വാല്യൂസിൽ ഏതാണ് വൈയിലേക്ക് പാസ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ എപ്പോഴും എ തന്നെയായിരിക്കും. അപ്പം ഇവിടെ ഒരു ലോജിക് ഓപ്പറേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ട് യൂസ് ചെയ്ത് തന്നെ ലോജിക് ഓപ്പറേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്ന്. ഈ ടേബിളിൽ 3 സെലക്ഷൻ വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, S2, S1 ആൻഡ് S0. ദെൻ ഇൻപുട്ടായിട്ടുള്ള എക്സ്, വൈ, സി. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഓപ്പറേഷനാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതും. പിന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള 4 ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് ആൻഡ് വേണം, ഓർ വേണം, എക്സോർ, നോട്ട്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് ലോജിക്കൽ ഓപ്പറേഷനും ഉണ്ടാവും. പിന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസും ഇവിടെ ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ള ലോജിക്കൽ ഓപ്പറേഷനാണ്. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ CAൻ്റെ വാല്യൂ 0 ആക്കി കൊടുത്തു. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? S2 എന്ന് പറയുന്നൊരു സെലക്ഷൻ ലൈൻ ഇല്ലേ, അത് എപ്പോഴും 1 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ S2 0 ആണെങ്കിൽ അത് അരിത്തമെറ്റിക് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ S2 1 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? S2 1 ആവുന്ന കേസിൽ CI എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 കേസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും S2 4 1 ആണ്. അതുപോലെ CI നോക്കിയാലും എല്ലാം 0 ആണ്. ഇനി S1ഉം S0യും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ അത് 0 0 ആണ്. ദെൻ 0 1 1 0 1 1. അപ്പോൾ ഇത് ഏത് കേസ് ആയാലും XIൻ്റെ വാല്യൂ AI തന്നെയാണ്. അതാണ് ഈ ഡയഗ്രാം യൂസ് ചെയ്ത് പറഞ്ഞത്. അതായത് XIയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് AI ആണ്, ഡയറക്റ്റ്, ഒരു ചേഞ്ചും ഇല്ല. അപ്പം സെലക്ഷൻ ലൈൻ S0യും S1ഉം എന്തൊക്കെ വാല്യൂസ് ആയാലും എക്സിൻ്റെ വാല്യൂ എപ്പോഴും A ആയിരിക്കും. എന്നാൽ വൈൻ്റെ വാല്യൂ ചേഞ്ച് ആവും. 0 0യ്ക്ക് വൈൻ്റെ വാല്യൂ 0 ആണ്, 0 1ന് B ആണ്, 1 0യ്ക്ക് B ഡാഷ് ആണ്, 1 1ന് 1 ആണ്. അങ്ങനെ ഈ 4 വാല്യൂവിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് നോക്ക്. S1 S0 0 0 ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ F = AI ആണ്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന A വാല്യൂ അതുപോലെ തന്നെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വേണ്ട റിക്വയർഡ് ഓപ്പറേഷൻ എന്തായിരുന്നു? ഓർ ഓപ്പറേഷൻ ആയിരുന്നു. നെക്സ്റ്റ് 0 1. S1 S0ൻ്റെ വാല്യൂ 0 1. ആ കേസിൽ നോക്കിയേ, ഇവിടെ വരുന്ന ഓപ്പറേഷൻ FI = AI XOR BI. അതായത് XOR ഓപ്പറേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഓപ്പറേഷനും XOR തന്നെയായിരുന്നു. അപ്പോൾ അത് ട്രൂ ആയി. നെക്സ്റ്റ് S1 S0 1 0. 1 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ AI ഇക്വലൻസ് BI ആണ്. അതായത് ഇക്വലൻസ് ഓപ്പറേഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. ദെൻ ലാസ്റ്റ് 1 1ൻ്റെ കേസിൽ FI = AI ഡാഷ്. അതെന്താണ്? നോട്ട് ഓപ്പറേഷനാണ്. റിക്വയർഡ് ആയിട്ടുള്ളത് നോട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും നമുക്ക് 4
ലോജിക്കൽ ഓപ്പറേഷൻ വേണമായിരുന്നു, ആൻഡ്, ഓർ, എക്സോർ, നോട്ട്. എന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ടിൽ ഒരു സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതായത് S2ൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ 4 ഓപ്പറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഉണ്ട്, എക്സോർ ഉണ്ട്, ഇക്വലൻസ് ഉണ്ട്, നോട്ടുണ്ട്. എന്നാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള 2 ഓപ്പറേഷനേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ, എക്സോറും നോട്ടും. അപ്പോൾ ഇവിടെ തന്നെ ഇക്വലൻസും നോട്ടും എങ്ങനെയാണ് എക്സോർ കിട്ടിയ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അത് ഡയറക്റ്റ് ആണ്. കാരണം നമുക്ക് ഇവിടുത്തെ ഫംഗ്ഷൻ xi XOR yi ആണ്. അപ്പോൾ നേരിട്ട് ai XOR bi. എന്നാൽ ഇക്വലൻസും നോട്ടും എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് ai XOR bi. ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ആ ഇക്വലൻസ് കിട്ടിയതിന് നേരെ എയിൻ്റെ ബീൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയേ. എക്സ് എന്ന് പറഞ്ഞാൽ എ ഐ ആണ്, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഐ ഡാഷ് ആണ്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്, എ ഐ എക്സോർ ബി ഐ ഡാഷ്, എ ഐ എക്സോർ ബി ഐ ഡാഷ്. എക്സോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം എക്സ് എക്സോർ വൈ, അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് ഇൻറ്റു വൈ. അതായത് ഫസ്റ്റ് വേരിയബിൾ ഇൻറ്റു സെക്കൻഡിൻ്റെ കോംപ്ലിമെൻറ്റ് പ്ലസ് ഫസ്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻറ്റു സെക്കൻഡ്. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ എ ഇൻറ്റു സെക്കൻഡ് നമ്പറായിട്ടുള്ള ബി ഐ ഡാഷിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പം കോംപ്ലിമെൻറ്റ് ഓഫ് ബി ഐ ഡാഷ് പ്ലസ് ഫസ്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എ ഐ ഡാഷ് ഇൻറ്റു സെക്കൻഡ് നമ്പർ അതേപോലെ, സെക്കൻഡ് വേരിയബിൾ അതേപോലെ, അപ്പോൾ ബി ഐ ഡാഷ്. ഇനി എ ഐ ഇൻറ്റു ബി ഐ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണ്, ബി ഐ തന്നെ വരൂ. കാരണം എക്സ് ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പം എ ഐ ഇൻറ്റു ബി ഐ പ്ലസ് രണ്ടാമത്തേൽ ചേഞ്ച് ഒന്നുമില്ല, എ ഐ ഡാഷ് ഇൻറ്റു ബി ഐ ഡാഷ്. അതെന്താണ്, അതെന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ആണ്, എ ഐ ഇക്വലൻസ് ബി ഐ. അതായത് എക്സ് വൈ പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ്, അതെന്താണ്, എക്സ് ഇക്വലൻസ് വൈ ആണ്. അതുപോലെ തന്നെ ഇവിടെ എ ഐ ഇക്വലൻസ് ബി ഐ. ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഇക്വലൻസ് കിട്ടിയത്. ഇനി ലാസ്റ്റ് ഓപ്പറേഷൻ എന്തായിരുന്നു, 1 കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. 1 കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ എ ആയിരുന്നു, വൈൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്താണ്, എക്സ് എക്സോർ വൈ എന്ന് പറയുമ്പോൾ എ എക്സോർ 1. എ എക്സോർ 1 എന്താണ്, അപ്പം എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 എക്സോർ 1 എന്തുവാ, 0 വരും. എൻ്റെ വാല്യൂ 1 ആണെങ്കിലോ 1 എക്സോർ 1 വരും, അത് 0 അത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്, എൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് റിസൾട്ടായിട്ട് വരുന്നത്, അതായത് എൻ്റെ കോംപ്ലിമെൻറ്റ്. അതായത് എൻ്റെ വാല്യൂ ഇപ്പോൾ ഈ കേസിൽ 0 ആണെങ്കിൽ 0 എക്സോർ 1 എന്ന് വരും, അതിൻ്റെ ആൻസർ 1 ആണ്. ഇനി എൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 എക്സോർ 1 എന്ന് വരും, അതിൻ്റെ ആൻസർ 0 ആണ്. അതായത് എന്താണോ എൻ്റെ വാല്യൂ അതിൻ്റെ ഓപ്പോസിറ്റാണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് എ ഐ എക്സോർ 1 എന്നുള്ളത് എ ഐ ഡാഷ് അല്ലെങ്കിൽ എ ഐ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞത് അത് നോട്ട് ഓപ്പറേഷനാണ്. ഇങ്ങനെയാണ് ഈ 2 ഓപ്പറേഷനും കിട്ടിയത്. എക്സോർ എങ്ങനെയാണ് കിട്ടിയതെന്നറിയാൻ ഡയറക്റ്റാണ്, ട്രാൻസ്ഫറും അതെ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ 4 ഓപ്പറേഷൻ ഈ ഒരു അരിത്തമെറ്റിക് സർക്യൂട്ടിനെ മോഡിഫൈ ചെയ്തപ്പോൾ കിട്ടി, ട്രാൻസ്ഫറും എക്സോറും ഇക്വലൻസും നോട്ടും. എന്നാൽ നമുക്ക് വേണ്ടിയിരുന്ന 4 ഓപ്പറേഷൻ അല്ല ഇത്, 2 എണ്ണം കിട്ടി, എക്സോറും നോട്ടും കിട്ടി. എന്നാൽ ട്രാൻസ്ഫറിന് പകരം ഓർ ഓപ്പറേഷനും ഇക്വലൻസിന് പകരം ആൻഡ് ഓപ്പറേഷനും ആയിരുന്നു അവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്ത്, അതായത് ട്രാൻസ്ഫറിനെ മോഡിഫൈ ചെയ്ത് ഓർ ആക്കണം, ഇക്വലൻസിനെ മോഡിഫൈ ചെയ്ത് ആൻഡ് ആക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്കുള്ളത്, ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട്. താങ്ക് യു.